ലയണൽ മെസ്സിയുടെ സെക്യൂരിറ്റി ആരാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരവുള്ളൂ നമ്മളെ ഫുട്ബോൾ ഫാൻസിനിടയിൽ പറയാനുള്ളത്. അത് അർജൻറ്റീനയുടെ സൂപ്പർ താരം ഡി പോൾ ആണ് എന്നുള്ളതാണ്. കാരണം അർജൻറ്റീന ദേശീയ ടീമിൻ്റെ മത്സരങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ടൂർണമെൻറ്റിലെ അവരുടെ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ മെസ്സി എവിടെ ഉണ്ടോ അവിടെ ഡി പോൾ ഉണ്ടാവും. അത് മത്സരത്തിന് ഗ്രൗണ്ടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ അല്ലേ, പല സമയത്തും അല്ലെങ്കിൽ പല സിറ്റുവേഷനിലും ഈ ഒരു വാർത്ത അല്ലാന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മെസ്സിയെ സേഫ് ആക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ മെസ്സി അവിടെ ഉണ്ടോ അവിടെയൊക്കെ ഡി പോളിനെ കാണുന്ന ദൃശ്യങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ ഫോട്ടോകളും വീഡിയോസൊക്കെ കാണുന്നതാണ്. അപ്പോൾ മെസ്സി അവിടെ ഉണ്ടെങ്കിലും പരിശീലന സെക്ഷനിലാണെന്നുണ്ടെങ്കിലും ഗ്രൗണ്ടിലാണെന്നുണ്ടെങ്കിലും ഒക്കെ മെസ്സിനെ ചുറ്റിപ്പറ്റിങ്ങാണ്ട് എപ്പോഴും ഉണ്ടാവും ഡി പോൾ അല്ലേ. അപ്പോൾ റീസെൻ്റ്ലി അദ്ദേഹം മെസ്സിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം സംസാരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ മെസ്സിക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. മെസ്സി എപ്പോഴും മുന്നിൽ നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പത്രമാധ്യമങ്ങളിലെ മുന്നിലൊക്കെ മെസ്സി നിറഞ്ഞു നിൽക്കുന്നത് കാണാനാണ് ഞങ്ങൾക്കൊക്കെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞങ്ങൾ ബാക്കിൽ ഇങ്ങനെ നിന്ന് സപ്പോർട്ട് ചെയ്യണത്. മെസ്സിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കളിക്കുന്നത്, ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് ഡി പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അർജൻറ്റീന നാഷണൽ ടീം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവരെ കോച്ചിൻ്റെ കീഴിൽ ഇപ്പോൾ ഒരു മികച്ച ഒരു 11 ആയിട്ട് ലോകത്തെ ഏറ്റവും മികച്ച രാജ്യാന്തര ഫുട്ബോൾ ടീം ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ കാര്യമായിട്ട് മറുപടി പറയണം. ആദ്യത്തെ കാര്യം അതിന് അർജൻറ്റീന നാഷണൽ ടീം എന്നുള്ളതാണ്. കാരണം റീസെൻ്റ്ലി അവർ കളിച്ചിട്ടുള്ള എല്ലാ ടൂർണമെൻറ്റുകളിലും അവർ തന്നെയാണ് ജേതാക്കൾ എന്നൊരു പ്രത്യേകത ഉണ്ട്. കാരണം ഒരുപാട് കാലങ്ങൾ അർജൻറ്റീനയാണെന്നുണ്ടെങ്കിൽ അവർ ഫാൻസ് ആണെന്നുണ്ടെങ്കിലൊക്കെ, താരങ്ങളാണെന്നുണ്ടെങ്കിലും മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങളാണ് എന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട് കളിയാക്കലുകൾ, കുറ്റപ്പെടുത്തലുകൾ, ലോകോത്തര താരം ക്ലബിലുണ്ടായിട്ട് ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ട്രോഫി നേടിക്കൊടുക്കാൻ കഴിയണില്ല, മെസ്സി ക്ലബ്ബ് പ്രൊഡക്റ്റാണ് എന്നുള്ള ഒരുപാട് ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ വർഷങ്ങളോളമായിട്ട് മെസ്സിയെയും അർജൻറ്റീന ടീമിനെയും വേട്ടയാടിയപ്പോൾ അവർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു ലൈനപ്പ്, ഈ ഒരു അവസരം അവർ ഒന്നൊന്നര അവസരമാക്കിയിട്ട് അവർ മുതലെടുക്കുകയാണ് എന്നുള്ളതാണ്. കാരണം 2 കോപ്പ അമേരിക്ക, ഒരു വേൾഡ് കപ്പ് ഫൈനലിസം പോലുള്ള കണ്ടിന്യൂസ് ആയിട്ട് ചാമ്പ്യന്മാരാകാൻ കഴിയാന്നുള്ളത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അപ്പോൾ ലയണൽ മെസ്സിയെ എന്ന ക്യാപ്റ്റനെ മുന്നിൽ നിർത്തിയിട്ടാണ് അവർ ഈ ഒരു നേട്ടങ്ങളൊക്കെ കൊയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ കൊളോണിക്ക് കിട്ടിയത് പക്ക ഒരു ടീമിനെയാണ് അല്ലേ. ഏതായാലും നേട്ടങ്ങളുടെ കൊയ്ത്ത് ആണ് നിലവിൽ അർജൻറ്റീന ടീം. എല്ലാ പൊസിഷനിലും എല്ലാം ബെറ്റർ ആയിട്ടുള്ള പ്ലേയേഴ്സ് നിറഞ്ഞു നിൽക്കണ ഒരു ടീം. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഡി പോൾ സംസാരിച്ചുകൊണ്ട് മെസ്സിയെ കുറിച്ചിട്ട്, മെസ്സിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കളിക്കുന്നത്, മെസ്സിയുടെ നേതൃത്വത്തിൽ ആണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്, മെസ്സി എപ്പോഴും നിറഞ്ഞു നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ലയണൽ മെസ്സിയുടെ സെക്യൂരിറ്റി.